ഒരു ചോദ്യം ചോദിച്ചോട്ടെ, കോവാലന്റ് ബോണ്ടിന് അയോണിക് ക്യാരക്ടർ ഉണ്ടോ? എന്ത് ചോദ്യമാ മാഷേ? കോവാലന്റ് ബോണ്ട് അതിനെങ്ങനെ അയോണിക് ക്യാരക്ടർ വരുക? വരും. അതാണ് നമ്മൾ എവിടെ പഠിച്ചത്? പോളാർ കോവാലന്റ് ബോണ്ട് അല്ലേ? എന്നാണ് പോളാർ കോവാലന്റ് ബോണ്ട്. If the covalent bond is formed between 2D similar atoms like H and Cl. ഇവിടെ എന്താ? ഇത് കോവാലന്റ് ബോണ്ട് തന്നെയാണ്. എന്താണ് കോവാലന്റ് ബോണ്ട്? ഇലക്ട്രോൺ പെയറുകളെ അവർ ഷെയർ ചെയ്തിട്ടാണ് ഉള്ളത്. എന്നാലും അവിടെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തത് 2D സിമിലർ ആറ്റങ്ങൾക്കിടയിലാണ്. ഹാവിംഗ് ഡിഫറൻസ് ഇൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. എന്ത് സംഭവിക്കും? There will be a slight displacement of electron pair towards the more electronegative atom, and as a result it will attain a slight negative charge and other atom will get a slight positive charge. ചാർജ് വന്നില്ലേ അല്ലേ? ബോണ്ടിന് ഒരു ചാർജ് ക്യാരക്ടർ, ചാർജ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് പറഞ്ഞ പേരാണല്ലോ അയോണിക് ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ കോവാലന്റ് ബോണ്ടിന് അയോണിക് ക്യാരക്ടർ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇഫ് ദി കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ് ബിറ്റ്വീൻ 2D സിമിലർ ആറ്റംസ്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നേരെ തിരിച്ചിട്ട് അയോണിക് ബോണ്ടിന് കോവാലന്റ് ക്യാരക്ടർ ഉണ്ടോ? കോവാലന്റ് ബോണ്ടിന് അയോണിക് ക്യാരക്ടർ ഉണ്ടോ? ഓക്കെ. പക്ഷേ അയോണിക് ബോണ്ടിന് കോവാലന്റ് ക്യാരക്ടർ ഉണ്ടോ? അതെങ്ങനെയാ ഭാഷ വരിക? ഒരു എക്സാമ്പിൾ, NaCl എന്ന് പറഞ്ഞാൽ എന്തുവാ? Na പ്ലസും Cl മൈനസും കമ്പൈൻ ചെയ്തത് അല്ലെ? നമ്മളിപ്പോ അയോൺസിന് സ്പെറിക്കൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് Na പ്ലസ് അയോൺ, ഇതാണ് Cl മൈനസ് അയോൺ. അവര് അല്ലെ Na പ്ലസ് എങ്ങനെയുണ്ടായത്? സോഡിയം ഒരു ഇലക്ട്രോൺ ക്ലോറിന് കൊടുത്തു, അങ്ങനെ Na പ്ലസ് ആയി, ക്ലോറിൻ മൈനസ് ആയി അല്ലെ? അങ്ങനെ ഉണ്ടാകുന്ന എപ്പോഴും ആനിയോന്റെ സൈസ് കൂടുതലായിരിക്കും, കാറ്റിയോന്റെ സൈസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നുണ്ടോ? ഇതാണ് നെഗറ്റീവ്. അപ്പൊ കാറ്റിയോണും ആനിയോണും അടുത്ത് വന്ന് പറ്റിപ്പിടിച്ചു. ഇവിടെ എവിടെയാ ഇലക്ട്രോണിന്റെ ഷെയറിംഗ് ഉള്ളത്? ഉണ്ടോ? അങ്ങനെ നോക്കുമ്പോൾ അയോണിക് ബോണ്ടിന് കോവാലന്റ് ക്യാരക്ടർ ഉണ്ടോ? ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, ഇല്ലാന്നേ പറയത്തുള്ളൂ. അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിന്റെ ഷെയറിംഗ് വഴിയാണോ? അല്ല, ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ വഴിയാണ് ഉണ്ടാകുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി ഉണ്ടാവുന്ന ആ ബോണ്ടിൽ എങ്ങനെയെങ്കിലും ഷെയറിംഗ് ഇഫക്റ്റ് ഉണ്ടാവുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഉണ്ടോ? എവിടെ ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നുണ്ടോ? ഇതിന്റെ ഇലക്ട്രോൺ ഇത് ഷെയർ ചെയ്യുന്നുണ്ടോ? ഇതിന്റെ ഇലക്ട്രോൺ ഇത് ഷെയർ ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. കാണുന്നുണ്ടോ? പക്ഷെ ഉണ്ട്, ആക്ച്വലി അവിടെ ഉണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയൂട്ടോ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. സോ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. അതെന്താ സംഗതി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. NaCl സോഡിയം Na പ്ലസും Cl മൈനസും, ഇതാണ് കാറ്റിയോണ്, ഇതാണ് ആനിയോൺ അല്ലെ? ഞാൻ കാറ്റിയോണിനെ ഒരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് കാറ്റിയോണിന്റെ സ്ഫിയർ Na പ്ലസ്, ഇതാണ് Cl മൈനസ്. ഓക്കെ, അപ്പോ Na പ്ലസും Cl മൈനസും അടുത്ത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ വഴി ചാർജുകൾ തമ്മിലുള്ള, ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിലുള്ള അട്രാക്ഷൻ വഴി അവർ പറ്റിപ്പിടിക്കുന്നു. ഇതാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ആക്ച്വലി അവിടെ എന്ത് സംഭവിക്കുന്ന ശരിക്കും നോക്കണം. Cl മൈനസ് എന്ന് പറഞ്ഞാൽ എന്തുവാ കുഞ്ഞോളെ? അയാളുടെ കയ്യിൽ ഇലക്ട്രോൺ കൂടുതലുണ്ട്. ഇയാളുടെ കയ്യിൽ ഇലക്ട്രോണിന്റെ അളവ് കൂടുതലാണ്, ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. ഓക്കെ, ഇവിടെ ഒരുപാട് ഇതിന് ചുറ്റും കറങ്ങിക്കൊണ്ടുള്ള ഇലക്ട്രോണുകളാണ് ഞാൻ നെഗറ്റീവ് എങ്ങനെ കാണിക്കുന്നത്. ക്ലോറിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകൾ നെഗറ്റീവ് ആയിട്ട് ചാർജ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാം, ശരിക്കും നോക്കണം. ഈ Cl മൈനസ് Na പ്ലസിന്റെ അടുത്തോട്ട് വരുമ്പോൾ ഈ സോഡിയം അയോണിന്റെ പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ, ഇയാൾക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇയാൾക്ക് നെറ്റ് പോസിറ്റീവ് ചാർജ് ഇല്ല. അപ്പൊ ഇതിനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജിനാൽ ഇതിന്
ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. ഓക്കെ, ഈ ചുറ്റുമുള്ള ഇലക്ട്രോണുകൾ ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് ഈ ഭാഗത്തേക്ക് നീങ്ങി നിൽക്കും. അപ്പൊ എന്താണെന്ന് ഇലക്ട്രോൺ എല്ലാം ഇങ്ങോട്ട് വരാൻ തുടങ്ങും. ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി തുടങ്ങും, കാരണം ഇയാൾ അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ഈ സ്ഫെറിക്കൽ ഷേപ്പിന് ഒരു ഡീഫോർമേഷൻ, ഒരു ഡിസ്റ്റോർഷൻ, ഒരു എന്താ പറയാ, അതിന്റെ ആ സ്ഫെറിക്കൽ ഷേപ്പ് നഷ്ടപ്പെടാൻ തുടങ്ങും. ആ ഇലക്ട്രോണുകൾ മെല്ലെ ഇങ്ങോട്ട് വലിയുന്നത് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ്, ഈ ഭാഗത്ത് ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് കൂടുതലായിട്ട് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് ഞാനത് ആ ചിത്രം പിന്നെ ഇങ്ങനെ കാണിക്കുന്നതാ. എങ്ങനെ കാണിക്കുന്നതാണ്? പോസിറ്റീവ് ചാർജുള്ള കാറ്റയോണ്, ഇത് സ്ഫെറിക്കൽ ചാർജ് ഉണ്ടായ ആനയോൺ ആണിത്. അതെന്താണെന്ന് അറിയോ? അത് ഇങ്ങനെ ഇങ്ങോട്ട് ആ ഇലക്ട്രോണുകൾ മെല്ലെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കപ്പെടും. അപ്പോ ആനയോണ്ട് എന്താ പറയാ, സ്ഫെറിക്കൽ ഷേപ്പിന് ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. ഓക്കെ, ഒന്നുകൂടി തെളിച്ച് പറയുകയാണെങ്കിൽ ആനയോണ്ട് ഇലക്ട്രോണുകൾ കാറ്റയോണ്ട് അടുത്തോട്ട് നീങ്ങി നിൽക്കുന്നു. ഇതാ എന്റെ ഇലക്ട്രോണുകൾ നീ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആനയോണ് കാറ്റയോണ്ട് അടുത്തേക്ക് ഇലക്ട്രോണെ നീക്കി വെച്ച് കൊടുക്കുന്നു. ജസ്റ്റ് ലൈക്ക് ഷെയറിങ്. ഇതാ എന്റെ ഇലക്ട്രോൺ നീ ഷെയർ ചെയ്തോളൂ, നീ അനുഭവിച്ചോളൂ. ആക്ച്വലി എന്താ കോവാലന്റ് ബോണ്ടിൽ സംഭവിക്കുന്നത്? ഇപ്പൊ H2 എന്നുള്ള കോവാലന്റ്, H2 HH സിംഗിൾ ബോണ്ട്, ഇതെന്താ ആക്ച്വലി? ഇത് ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ, ഇത് ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ. കോവാലന്റ് ബോണ്ട് ഫോം ചെയ്താൽ എന്തായി? ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോണിനെ ഈ ഹൈഡ്രജനെ അനുഭവിക്കാം, അതേപോലെ ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോണിനെ ഈ ഹൈഡ്രജനെ അനുഭവിക്കാം. ഇത് ഇയാത് മാത്രമല്ല രണ്ടാമതും കൂടിയാണ്. ആ രീതിയിലാണെന്ത്, നെഗറ്റീവ് ചാർജുള്ള ആനിയോന്റെ ഇലക്ട്രോണുകളെ കാറ്റിയോണ് വേണ്ടിയിട്ട് കാറ്റിയോണിന്റെ അടുത്തേക്ക് നീക്കി വെച്ച് കൊടുക്കുന്നു. ഇതാ നിങ്ങൾക്ക് കൂടി ആയി എന്ന് പറഞ്ഞ രീതിയിൽ, അതായത് അവിടെ ഒരു ഷെയറിംഗ് ഇഫക്റ്റ് വരുന്നു. അതാണ് നമ്മൾ പറഞ്ഞത് കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ടിന് കോവാലന്റ് ക്യാരക്ടർ ഉണ്ട്. ഏത് അയോണിക് ബോണ്ട് എടുത്തു കഴിഞ്ഞാലും അവിടെ അതിനൊരു ഇതേപോലെ ഒരു കോവാലന്റ് ക്യാരക്ടർ വരും. ഏത്? NaCl, NaBr, CaCl2, NaF, CaF2. ഏത് അയോണിക് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാലും അവിടെ ആ അയോണിക് കോമ്പൗണ്ടിലെ അയോണിക് ബോണ്ടിനെല്ലാം ഒരു കോവാലന്റ് ക്യാരക്ടർ ഇതുപോലെ ഉണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാറ്റിയോന്റെ പോസിറ്റീവ് ചാർജിനാൽ ആനയോന്റെ നെഗറ്റീവ് ചാർജ്, ആനയോന്റെ സ്ഫെറിക്കൽ ഷേപ്പിന് ഒരു ഡീഫോർമേഷൻ സംഭവിക്കുന്നു. ആനയോന്റെ ഇലക്ട്രോണുകൾ കാറ്റിയോന്റെ അടുത്തേക്ക് കൂടുതലായിട്ട് നീങ്ങി നിൽക്കുന്നു, ഒരു ഷെയറിംഗ് പോലെ. ഓക്കെ, അപ്പൊ എന്താണ് അയോണിക് ബോണ്ടിന് കോവാലന്റ് ക്യാരക്ടർ ഉണ്ടെന്ന് ക്ലിയർ അല്ലേ? ഇനി എന്താ പറയേണ്ടതെന്ന് അറിയാവോ? എപ്പോഴാണ് ഈ കോവാലന്റ് ക്യാരക്ടർ കൂടുന്നത്, എപ്പോഴാണ് കുറയുന്നത്? ഫോർ എക്സാമ്പിൾ, NaCl എന്ന് പറഞ്ഞാൽ ഒരു അയോണിക് കോമ്പൗണ്ട് ആണല്ലോ, NaBr എന്ന് പറഞ്ഞാലും അയോണിക് കോമ്പൗണ്ട് ആണല്ലോ, Na എന്ന് പറഞ്ഞാലും അയോണിക് കോമ്പൗണ്ട് ആണല്ലോ. ഇതിനും ഒരു കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാവും, ഇതിനും ഒരു കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാവും, ഇതിനും ഒരു കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാവും. ഇതിൽ ആർക്കാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ? അതറിയണം. അതിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് മാഷ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ മൂന്നെണ്ണത്തിൽ ആർക്കാണ് ഈ കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ? 3 അയോണിക് കോമ്പൗണ്ടുകളാണ്. അപ്പൊ അത് അറിയണമെങ്കിൽ ഏത് 2 അയോണിക് കോമ്പൗണ്ടുകൾ എടുത്തു നോക്കിയാലും അതിൽ ആർക്കാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ, അല്ലെങ്കിൽ ആർക്കാണ് കുറവ് എന്നറിയണമെങ്കിൽ നമുക്ക് 3 ടെക്നിക്കൽ ടേമുകളും 4 റൂൾസും അറിയണം. മാഷിനി അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കണം. എന്താണ് ആദ്യം നമ്മൾ ആ ടെക്നിക്കൽ ടേമുകൾ പറയാൻ വേണ്ടി പോവാം. ഓക്കെ, നിങ്ങൾക്കറിയാം ഒരു കാറ്റിയോണിന്റെ പ്രസൻസിൽ കാറ്റിയോൺ അടുത്ത് വരുമ്പോൾ ആനിയോന്റെ സ്ഫെറിക്കൽ ഷേപ്പിൽ ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടു അല്ലെ? അങ്ങനെ ആനിയോണിന്റെ സ്ഫെറിക്കൽ ഷേപ്പിന് ഡിസ്റ്റോർഷൻ സംഭവിക്കുന്ന ആ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് polarization. So the first technical term is the polarization. Okay, what is that? The deformation or distortion. The distortion in the
spherical shape of anion, distortion in the spherical shape of anion in the presence of cation. Okay, cation in the presence ലാണല്ലോ അത്. In the presence of cation. In the presence of cation. A is called a polarization. Okay, അപ്പോൾ ഇത് ഇങ്ങനെയാണതാ. ഇങ്ങനെ ഉണ്ടായ കാറ്റിയോൺ ഇതിങ്ങനെ വലിഞ്ഞു വരുന്നതിന് പറഞ്ഞ പേരാണ് പോളറൈസേഷൻ ഇൻ ദി പ്രസൻസ് ഓഫ് കാറ്റിയോൺ. കാറ്റിയോൺ ആണല്ലോ അതിന് കാരണം. കുഞ്ഞു മക്കളെ, അപ്പോൾ കാറ്റിയോൺ ഇല്ല എങ്കിൽ ആനിയോണിന്റെ ഷേപ്പിലൊന്നും സംഭവിക്കില്ല. സോ കാറ്റിയോൺ ഹാസ് എ പവർ ഓർ എ കപ്പാസിറ്റി ഓർ എ capability to deform the shape of that anion. അല്ലേ? അപ്പോൾ അതിൻ്റെ അടുത്ത് വരുന്ന ആനിയോണിന്റെ ഷേപ്പിന് മാറ്റം വരുത്താനുള്ള, ഡീഫോർമേഷൻ നടത്താനുള്ള, ഡിസ്റ്റോഷൻ നടത്താനുള്ള കഴിവ് ഏതൊരു കാറ്റിയോണിനും ഉണ്ട്. കാറ്റിയോണിന്റെ ആ കഴിവിന് പറയുന്ന പേരാണ് പോളറൈസിംഗ് പവർ. ഓക്കെ, അപ്പൊ പോളറൈസിംഗ് പവർ എന്നുള്ളത് കാറ്റിയോണുമായി ബന്ധപ്പെട്ടതാണ്. പോളറൈസിംഗ് പവർ, what is that? It is the ability of cation. Okay, ability of cation to deform the shape of what? Shape of anion. Okay, ini പോളറൈസിംഗ് പവർ കാറ്റിയോണിന്. അപ്പൊ കാറ്റിയോൺ വന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കാറ്റിയോൺ ഇങ്ങനെ അട്രാക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ക്ലൗഡിനെ അങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ആർക്കുണ്ട്? ആനിയോണിനുണ്ട്. ശരിയല്ലേ? കാറ്റിയോൺ ആനിയോൺ സ്ഫെറിക്കൽ ഷേപ്പ് ആയിരുന്നു. അപ്പൊ കാറ്റിയോൺ അടുത്ത് വരുമ്പോൾ അതിന്റെ അടുത്തോട്ട് ഇതിന്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ അങ്ങ് നീക്കി വെച്ച് കൊടുക്കുകയാണ് അല്ലെ? അങ്ങനെ എന്ത് സംഭവിക്കുന്നു? അതിന്റെ ഷേപ്പിന് ഒരു ഡീഫോർമേഷൻ നടക്കുന്നു. അങ്ങനെ ഇലക്ട്രോൺ ക്ലൗഡിനെ അങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കാനുള്ള അല്ലെങ്കിൽ സ്വന്തം ഷേപ്പിന് ഒരു ഡീഫോർമേഷൻ വരുത്താനുള്ള ഈ ആനിയോന്റെ ടെൻഡൻസി, അയാളുടെ പ്രവണതയെ പറയുന്ന പേരാണ് പോളറൈസബിലിറ്റി. ഓക്കെ, പോളറൈസിബിലിറ്റി. ഓക്കെ, tendency. It is the tendency of anion to deform its shape in the presence of cation. Okay, in the presence of cation. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 3 ടെക്നിക്കൽ ടേം. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ആനിയോന്റെ ഷേപ്പിൽ വരുന്ന ഡിഫോർമേഷൻ പറഞ്ഞ പേരാണ്. അങ്ങനെ ഡിഫോർമേഷൻ നടത്താനുള്ള ഇയാളുടെ കഴിവാണ് പോളറൈസിംഗ് പവർ. കാറ്റിയോന്റെ കഴിവാണ് പോളറൈസിംഗ് പവർ. ആനിയോന്റെ ടെൻഡൻസിയാണ് പോളറൈസബിലിറ്റി. നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? എപ്പോഴാണ് അയോണിക് ബോണ്ടിന്റെ കോവാലന്റ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നത്, എപ്പോഴാണ് അത് ഡിക്രീസ് ചെയ്യുന്നത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച മക്കളെ, കോവാലന്റ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡീഫോർമേഷൻ നടക്കുമ്പോഴല്ലേ, ആനിയോന്റെ ഷേപ്പിന് ഇങ്ങനെ ഒരു ഡീഫോർമേഷൻ നടക്കുമ്പോഴല്ലേ അതിന് കോവാലന്റ് ക്യാരക്ടർ കിട്ടുന്നത്. അപ്പൊ ഈ കോവാലന്റ് ക്യാരക്ടർ കൂടണമെങ്കിൽ പോളറൈസേഷൻ കൂടണം. നല്ലോണം നീക്കി വെക്കുന്നുണ്ടെങ്കിൽ കോവാലന്റ് ക്യാരക്ടർ കൂടുതലാണ്. അങ്ങനെ നീങ്ങി നിൽക്കുന്നത് ആനിയോന്റെ ഇലക്ട്രോൺ ക്ലൗഡ് നീങ്ങി നിൽക്കുന്നത് കുറവാണെങ്കിൽ കോവാലന്റ് ക്യാരക്ടർ കുറവാണ്. അപ്പോ കോവാലന്റ് ക്യാരക്ടർ കൂടണമെങ്കിൽ പോളറൈസേഷൻ കൂടണമെങ്കിൽ പിടിച്ചു വലിക്കാനുള്ള കാറ്റിയോണിന്റെ കഴിവ് കൂടണം, നീങ്ങി നിൽക്കാനുള്ള ഇയാളുടെ പ്രവണത കൂടണം. ശരിയല്ലേ? ഇലക്ട്രോൺ ക്ലൗഡിനെ പിടിച്ചു വലിക്കാനുള്ള കാറ്റിയോണിന്റെ കഴിവ് കൂടണം, ഇലക്ട്രോൺ ക്ലൗഡിനെ നീക്കി വെച്ച് കൊടുക്കാനുള്ള ആനിയോണിന്റെ കഴിവ് കൂടണം. അതായത് കാറ്റിയോണിന്റെ പോളറൈസിംഗ് പവർ കൂടണം, ആനിയോണിന്റെ പോളറൈസിബിലിറ്റി കൂടണം. അപ്പോൾ പോളറൈസേഷൻ കൂടും, അപ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടും. അപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞു എപ്പോഴാണ് പോളറൈസിംഗ് പവർ കൂടുക, എപ്പോഴാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുക? ഈ 3 കൂടുമ്പോൾ.
നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്താണ് ഈ മൂന്നെണ്ണത്തിൽ ആർക്കാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ എന്നുള്ളതായിരുന്നു അല്ലെ. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ടെക്നിക്കൽ ടേം ആവശ്യമായിരുന്നു. നമ്മൾ ആ 3 ടെക്നിക്കൽ ടേം പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ആ 3 ടെക്നിക്കൽ ടേം പറഞ്ഞു കഴിഞ്ഞ ശേഷം നമ്മൾ പറഞ്ഞു ഈ 3 എണ്ണം കൂടുമ്പോഴാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുന്നത്. അപ്പൊ അടുത്ത് നമുക്ക് എന്തറിയണം, എപ്പോഴാണ് പോളറൈസേഷൻ കൂടുന്നത്, അതിന് എപ്പോഴാണ് പോളറൈസിംഗ് പവർ ഓഫ് കാറ്റയോൺ ഇൻക്രീസ് ചെയ്യുന്നത്. ഇത് കാറ്റയോൺ ആണ്. ഓക്കെ, കാറ്റയോണിന്റെ പോളറൈസിംഗ് പവർ എപ്പോഴാണ് കൂടുന്നത്, ആനിയോണിന്റെ പോളറൈസിബിലിറ്റി എപ്പോഴാണ് കൂടുന്നത്, അത് പറഞ്ഞു തരുന്ന 4 റൂൾസ് ഉണ്ട്. ആ 4 റൂൾസിന് പറഞ്ഞ പേരാണ്, 4 സ്റ്റേറ്റ്മെന്റുകളാണ്. ആ 4 സ്റ്റേറ്റ്മെന്റുകളുടെ റൂളായിട്ട് നമ്മൾ പറയാണ്. ആ റൂൾസിന് പറഞ്ഞ പേരാണ് ഫജാൻസ് റൂൾ. എന്താണ് ഫജാൻസ് റൂൾ. So this is the last topic of our lesson. So നന്നായി ശ്രദ്ധിക്കുക, ഫജാൻസ് റൂൾ. അപ്പൊ എന്താണ് ഫജാൻസ് റൂൾ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇത് കൂടുന്നത് എപ്പോഴ്, അതുവഴി ഇത് കൂടുന്നത് എപ്പോഴ്, അതുവഴി കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട് എങ്ങനെയാണ് കൂടുന്നത് എന്ന് പറഞ്ഞു തരുന്ന റൂളാണ്. ഓക്കെ അല്ലേ? അപ്പൊ മാഷ് അത് 4 സ്റ്റേറ്റ്മെന്റുകളായിട്ട് പറയാണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദി കാറ്റയോൺ, കേൾക്കണേ, ദി കാറ്റയോൺ വിത്ത് smaller size, cation with a smaller size has higher polarizing power. കാറ്റയോണിന്റെ പോളറൈസിംഗ് പവർ കൂടുന്നത് അതിന്റെ സൈസ് കുറയുമ്പോഴാണ്. അപ്പൊ 2 എന്താ പറയാ അയോണിക് കോമ്പൗണ്ടുകൾ തന്നിട്ട് അതിൽ ആർക്കാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ എന്ന് ചോദിച്ചാൽ അതിലെ കാറ്റയോണുകളിൽ ആർക്കാണ് സൈസ് കുറവ് എന്ന് നോക്കിയാൽ മതി. അതായത് കുഞ്ഞു മക്കളെ, പോളറൈസിംഗ് പവർ കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ആ കാറ്റയോണ് ആനിയോണ് ഡീഫോം ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. പെട്ടെന്ന് ആ സ്ഫെറിക്കൽ ഷേപ്പിന് ഡിസ്റ്റോർഷൻ നടത്തും. ആ സ്ഫെറിക്കൽ ഷേപ്പിനെ ഡിസ്റ്റോർഷൻ നടത്തിയിട്ട് ആ ഇലക്ട്രോൺ കൊണ്ടുവന്ന് ഇങ്ങോട്ട് പിടിച്ചു വലിക്കാനുള്ള കഴിവ് കൂടിയനർത്ഥം. അങ്ങനെ കൂടുന്നത് എപ്പോഴാണ്, കാറ്റയോണിന്റെ സൈസ് കുറയുമ്പോഴാണ്. ദാറ്റ് മീൻസ് നമുക്ക് അതിങ്ങനെ ചുരുക്കി തീരാവേ, പോളറൈസിംഗ് പവർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സൈസ് ഓഫ് കാറ്റയോൺ. ശരിയാണോ? inversely proportional to size of cation. കാറ്റയോണിന്റെ സൈസ് കുറയുമ്പോൾ അതിന്റെ പോളറൈസിംഗ് പവർ കൂടും. ഓക്കെ, പക്ഷെ പോളറൈസിംഗ് പവർ കൂടുമ്പോൾ എന്തായി, അതിന്റെ കോവാലന്റ് ക്യാരക്ടർ കൂടി. ദാറ്റ് മീൻസ് പോളറൈസിംഗ് പവർ കൂടണമെങ്കിൽ, അതുവഴി കോവാലന്റ് ക്യാരക്ടർ കൂടണമെങ്കിൽ കാറ്റയോണിന്റെ സൈസ് കുറയണം. മാഷ് ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയട്ടെ, സിമ്പിൾ ആണ്. നേരത്തെ പറഞ്ഞതല്ല, ഒരു നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങളുടെ കയ്യിൽ NaCl, KCl, LiCl, ലിഥിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഇങ്ങനെ 3 അയോണിക് കോമ്പൗണ്ടുകൾ തന്നു. ഈ 3 എണ്ണത്തിനും അതിൻ്റെതായിട്ടുള്ള കോവാലന്റ് ക്യാരക്ടർ ഉണ്ട്. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചോ, ഇതിൽ ആർക്കാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ? നിങ്ങൾക്ക് ഇത് ഫജാൻസ് റൂൾ വെച്ച് പറയാം. എങ്ങനെ നോക്കിക്കോ, ഇതിൽ Li പ്ലസ് Cl മൈനസ്, Na പ്ലസ് Cl മൈനസ്, K പ്ലസ് Cl മൈനസ്, ഇങ്ങനെയല്ല ഉള്ളത്. ആനിയോൺ സെയിം ആണ്. അപ്പൊ ആനിയോണ് വിട്ടേക്ക്, കാറ്റയോൺ ആണ് വ്യത്യാസമുള്ളത്. ശരിയല്ലേ? 3 കാറ്റയോണുകളാണുള്ളത്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, 3 എണ്ണത്തിന്റെ കാറ്റയോൺ ഉണ്ട്. നിങ്ങൾക്കറിയാം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റുകളാണ്, ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റുകളാണ്. നിങ്ങൾക്കറിയാം ഏതൊരു ഗ്രൂപ്പിലും മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ സൈസ് കൂടിക്കൊണ്ട് വരും. അപ്പൊ സൈസ് കൂടുതൽ ഇയാൾക്കാണ്, സൈസ് കുറവ് ഇയാൾക്കാണ്. അതുകൊണ്ട് തന്നെ ഈ 3 എണ്ണത്തിന്റെ കാറ്റയോണുകളിൽ സൈസ് കുറവാർക്കാണ്,
സൈസ് കുറവ് ലിഥിയത്തിനാണ്, സൈസ് കൂടുതൽ പൊട്ടാസ്യത്തിനാണ്. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വാ, സൈസ് കുറഞ്ഞ കാറ്റയോണിനാണ് പോളറൈസിംഗ് പവർ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ സൈസ് കുറവുള്ള ലിഥിയം ക്ലോറൈഡ് ഉള്ള ഇതിനാണ് സൈസ് കുറവുള്ള Li+ ഉള്ള ലിഥിയം ക്ലോറൈഡിനാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ. അല്ലെ, അപ്പൊ ഇതിനാണ് അപ്പൊ കോവാലന്റ് ക്യാരക്ടറിന്റെ ഓർഡർ എഴുതി കഴിഞ്ഞാൽ ലിഥിയം ക്ലോറൈഡിന് കോവാലന്റ് ക്യാരക്ടർ കൂടുതലാണ്. കാരണം Li+ സൈസ് കുറവാണ്. അത് കഴിഞ്ഞിട്ട് ഇതിന് മനസ്സിലായോ? ഓക്കെ. അപ്പോ ഒന്നാമത്തെ ഫജാൻസ് റൂളിന്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റില് കാറ്റയോണിന്റെ പോളറൈസിംഗ് പവർ എപ്പോഴാണ് കൂടുന്നത് അതാണ് പറഞ്ഞത്. ഓക്കെ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റില് ആനിയോണിന്റെ പോളറൈസിബിലിറ്റി എപ്പോഴാണ് കൂടുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇലക്ട്രോൺ ക്ലൗഡിനെ നീക്കി വെക്കാനുള്ള, സ്വയം ഡീഫോം ചെയ്യാനുള്ള അതിന്റെ കഴിവ് എപ്പോഴാണ് കൂടുന്നത്. ഓക്കെ. ദി ആനിയോൺ വിത്ത് ലാർജർ സൈസ്, ഓക്കെ, ലാർജർ സൈസ് ആയിവ. നോക്ക് ആ വ്യത്യാസം കണ്ട. ആനിയോൺ വിത്ത് ലാർജർ സൈസ് ഹാസ് ഹയർ പോളറൈസബിലിറ്റി. അല്ലേ, നമുക്കറിയാം. പിന്നെ ആനിയോൺ എന്താ ഉള്ളത്? ആനിയോൺ പോളറൈസബിലിറ്റി ആണ്, പോളറൈസിംഗ് പവർ അല്ല. അപ്പൊ അതിന്റെ പോളറൈസബിലിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണുകളോട് പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങി നിൽക്കും. അപ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടുതലാണ്. ദാറ്റ് മീൻസ് പോളറൈസബിലിറ്റി ഓഫ് ആൻ ആനിയോൺ, ആനിയോണിന്റെ പോളറൈസബിലിറ്റി എപ്പോഴാണ് കൂടുന്നത്? അതിന്റെ സൈസ് കൂടുമ്പോൾ. അതായത് സൈസും പോളറൈസബിലിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ. ഓക്കെ. അപ്പൊ ആനിയോണിന്റെ സൈസ് കൂടുമ്പോൾ പോളറൈസബിലിറ്റി കൂടുന്നു, അപ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടുന്നു. കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. ഓക്കെ. ഇതിന് മാഷൊരു എക്സാമ്പിൾ പറയട്ടെ. നോക്കോ, സോഡിയം ക്ലോറൈഡ്, സോഡിയം ബ്രോമൈഡ്, സോഡിയം അയോഡൈഡ് എല്ലാം അയോണിക്കാണ്. ഇതിൽ ആർക്കാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു. നിങ്ങൾ എന്ത് പറയും? ഇതിൽ മൂന്നെണ്ണത്തിൽ കാറ്റയോൺ Na+ ആണ്. Na+, Br-, Na+, I-. കാറ്റയോൺ സെയിം ആണ്. ആനിയോൺ ആണല്ലോ വ്യത്യാസം. അപ്പൊ ആനിയോണിനെ മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ. ഇത് Cl-, ആനിയോൺ Cl-. രണ്ടാമത്തേല് ആനിയോൺ Br-, I-. അപ്പൊ ഈ മൂന്ന് ആനിയോണുകളിൽ ആർക്കാണോ സൈസ് കൂടുതലുള്ളത് ആ ആനിയോൺ ഉള്ള അയോണിക് കോമ്പൗണ്ടിന് കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു ഗ്രൂപ്പിലും മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ സൈസ് കൂടും. ഈ പറയപ്പെട്ട മൂന്നെണ്ണം 17ാമത്തെ ഗ്രൂപ്പിലെ, അതായത് ഹാലജൻ ഫാമിലിയിലെ അയോണുകളാണ്. അങ്ങനെയാണെങ്കിൽ സൈസ് കൂടിയതാരാ? I- ആണ്. അങ്ങനെയാണെങ്കിൽ I- ഉള്ള ഈ അയോണിക് കോമ്പൗണ്ടിന് കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. പിന്നെ ഇതിനായിരിക്കും. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ്, മൂന്നാം. അപ്പൊ ഒന്നാമത്തത് കാറ്റയോണിന്റെ സൈസ്, പിന്നെ കോവാലന്റ് ക്യാരക്ടറും എങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തേത് ആനിയോണിന്റെ സൈസും കോവാലന്റ് ക്യാരക്ടറും എങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തത് കാറ്റയോണിന്റെയും ആനിയോണുകളുടെയും സൈസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കുറെ കാറ്റയോണുകൾ തന്നു, അതിന്റെ സൈസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അതിൽ ആർക്കാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അത് എന്ത് ചെയ്താൽ മതി? സൈസ് ഒരുപോലെ ആണെങ്കിൽ ചാർജ് നോക്കിയാൽ മതി. ഏത് കാറ്റയോണിനാണ് കൂടുതൽ ചാർജ് ഉള്ളത് ആ കാറ്റയോണിന്, അല്ലെങ്കിൽ ഏത് ആനിയോണിനാണോ കൂടുതൽ ചാർജ് ഉള്ളത് ആ ആനിയോണിന് പോളറൈസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഓക്കെ. ദാറ്റ് മീൻസ് ഫോർ ഇഫക്റ്റീവ് പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് നീങ്ങി നിൽക്കാൻ ആനിയോണിനും പെട്ടെന്ന് പിടിച്ചു വലിക്കാൻ കാറ്റയോണിനും പറ്റണമെങ്കിൽ ഫോർ ഇഫക്റ്റീവ് പോളറൈസേഷൻ എന്ത് വേണമെന്നറിയോ? There should be high charge on
there should be high charge on cation and anion, on cation and anion, ആനിയോണിലും കാറ്റയോണിലും ചാർജ് കൂടുതലായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം കുഞ്ഞോടെ. ഒരേ ഗ്രൂപ്പിലുള്ള 3 അയോണുകൾ, എക്സാമ്പിൾ Na പ്ലസ്, Mg2 പ്ലസ്, Al3 പ്ലസ്, ഇത് ഒരേ ഫാമിലിയുള്ള ഒരേ ഗ്രൂപ്പിലുള്ള ഒരു ഗ്രൂപ്പിലല്ല, ഒരേ പീരീഡ് ഗ്രൂപ്പ് അറിയാലോ, മുകളിൽ നിന്ന് താഴോട്ടുള്ളതാണ് ഗ്രൂപ്പ്, ഇങ്ങനെയുള്ളതാണ് എന്ത് പീരീഡ്. ഒരേ പീരീഡിലുള്ള 3 അയോണുകളാണ്. ഒരേ പീരീഡിലാകുമ്പോൾ സൈസിൽ വലിയ വ്യത്യാസം വരില്ല, അയോണുകൾക്ക് സൈസിൽ വലിയ വ്യത്യാസം വരില്ല. അപ്പൊ ഇതിൽ 3 ഏകദേശം ഒരേ സൈസാണ്. സൈസ് ഒരുപോലെ ആയത് കാറ്റോണാണ് പറഞ്ഞത്. സൈസ് ഒരുപോലെ ആയതുകൊണ്ട് അപ്പൊ പോളറൈസിംഗ് പവർ ഒരുപോലെ വരണ്ടേ? ഈ 3 സൈസ് ഒരുപോലെ ആയതുകൊണ്ട് പോളറൈസിംഗ് പവർ ഒരുപോലെ ആവണ്ടേ? ആവൂല. എന്താണെന്നറിയോ? സൈസ് ഒരുപോലെ ആണെങ്കിൽ ചാർജ് നോക്കണം. ആർക്കാണോ ചാർജ് കൂടുതലുള്ളത് അതിന് പോളറൈസിംഗ് പവർ കൂടുതലായിരിക്കും. ഓക്കെ, ഇത് ആനിയോണിന്റെ കേസിൽ ആർക്കാണോ നെഗറ്റീവ് ചാർജ് കൂടുതൽ അതിന്റെ പോളറൈസിബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ ഇതിനാണ് കൂടുതൽ പോളറൈസിംഗ് പവർ, നെക്സ്റ്റ് ഇതിന്. ഓക്കെ, അപ്പോ ഒന്നാമത്തേല് കാറ്റയോണിന്റെ സൈസ്, രണ്ടാമത്തേല് ആനിയോണിന്റെ സൈസ്, മൂന്നാമത്തേല് കാറ്റയോണിന്റെയും ആനിയോണിന്റെയും ചാർജ് എങ്ങനെ പോളറൈസേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഒന്നാമത്തത് കാറ്റയോണിന് മാത്രമുള്ളത്, രണ്ടാമത്തത് ആനിയോണിന് മാത്രമുള്ളത്, മൂന്നാമത്തത് കാറ്റയോണിനും ആനിയോണിനും കൂടിയിട്ടുള്ളത്, നാലാമത്തത് കാറ്റയോണിന് മാത്രമുള്ളത്. ഓക്കെ, കാറ്റയോണിന് മാത്രമുള്ളത് എന്ത് നോക്കോ? കാറ്റയോൺ എല്ലാം ശ്രദ്ധിക്കണം. കാറ്റയോൺ വിത്ത്, പെട്ടെന്ന് മനസ്സിലാവുന്നതല്ല ഇത്, കാറ്റയോൺ വിത്ത് സ്യൂഡോ ഇലക്ട്രോൺ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ, കാറ്റയോൺ വിത്ത് സ്യൂഡോ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ has higher polarizing power. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇത്രയാണ് ഫജാൻസ് റൂൾ, ഇത്രയാണ്. ഓക്കെ, അപ്പൊ ഫജാൻസ് റൂളിന്റെ 4 സ്റ്റേറ്റ്മെന്റ് നേരെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാറ്റയോണിന്റെ 3 സവിശേഷതകൾ പറയുന്നുണ്ട്. 1 സൈസ്, 2 ചാർജ്, 3 അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആനിയോണിന്റെ 2 പ്രോപ്പർട്ടീസാ പറയുന്നത്, ചാർജും സൈസും മാത്രം. ഓക്കെ, അത് മനസ്സിൽ വെക്കണം എന്റെ കുഞ്ഞുപിള്ളേരെ. നെക്സ്റ്റ് കുഞ്ഞോളെ നോക്കി, ഇവിടെ നമ്മൾ പറയാൻ വിട്ടുപോയത് എന്താണ് സ്യൂഡോ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ. അതിന് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ എന്തെന്ന് അറിയണം. നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ സർക്കാർ ഞാൻ ഇങ്ങനെ എഴുതുന്നു, എന്തിനറിയാവുക? നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് ഇത്, NS2np6. മനസ്സിലായ? ഏതാ നോബൽ ഗ്യാസ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. അതാണ് നമുക്കറിയാവുന്ന നോബൽ ഗ്യാസ്. അതിൽ ഹീലിയത്തിന്റെ കോൺഫിഗറേഷൻ 1s2, അത് വിട് തൽക്കാലം. അതിന്റെ തൊട്ട് താഴെ നിയോൺ എന്താ? 2s2 2p6, അതിന്റെ താഴെ 3s2 3p6, 4s2 4p6, 5s2 5p6. ഓക്കെ, അവിടത്തേക്ക് ഫില്ലാവുന്നു, NP ഫില്ലാവുന്നു, 6 ആയിട്ട് ഫില്ലാവുന്നു. അപ്പൊ ഇതാണ് ജനറൽ ആയിട്ടുള്ള നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ. 2s2 2p6, 3s2 3p6, 4s2 4p6. ഓക്കെ, ഇനി എന്താണ് ഈ സ്യൂഡോ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അറിയാം? എങ്ങനെ നോക്കിക്കോ. സ്യൂഡോ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ വെച്ചാൽ ഇതാണ്, NS2 NP6 ND10. ഇതിനെയാണ് സ്യൂഡോ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതായത് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ഷെല്ലിലെ എല്ലാ സബ് ഷെല്ലുകളും ഫില്ലായി എന്ന് പറഞ്ഞത്. ഓക്കെ, പക്ഷെ നോബൽ ഗ്യാസിൽ D ഇല്ല. ഓക്കെ, ഇവിടെ എന്താണ്? ലാസ്റ്റത്തെ ഷെല്ല് ഫുള്ള് ഫിൽഡ് ആവുന്നു, ലാസ്റ്റത്തെ ഷെല്ലിൽ ഫുള്ള് ഫിൽഡ് ആവുന്നു. പക്ഷെ ആ ഫില്ലാവുന്ന ഷെല്ലിൽ D ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്? സ്യൂഡോ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ.
ഇങ്ങനെ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉള്ള കാറ്റയോണുകൾക്ക് പോളറൈസിംഗ് പവർ കൂടുതലാണ് എന്നാണ് പറയുന്നത്. മാഷ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ, നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്താണെന്നറിയോ? 29 കോപ്പർ കേട്ടിട്ടുണ്ടാ? ഇതിന്റെ കോൺഫിഗറേഷൻ പല പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ്. 1s2 2s2 2p6 3s2 3p6 പിന്നെന്താണ് 4s1 3d10. ഇത് കോപ്പറാ. ഈ കോപ്പറിൽ നിന്ന് കോപ്പറിന് ഒരു പോസിറ്റീവ് ചാർജ് വരുന്നു എന്ന് വിചാരിക്കാം. Cu പ്ലസ് അയോൺ ആകുന്നു. Cu പ്ലസ് കുപ്രസ് അയോൺ ആകുന്നു. അപ്പൊ എന്താ? ഒരു ഇലക്ട്രോൺ ലോസ് ആകൂലേ? ഇലക്ട്രോൺ എവിടെ പോവാ? ലാസ്റ്റത്തെ ഷെല്ലിൽ നിന്നാണ്. ലാസ്റ്റത്തെ ഷെല്ല് ഇതാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലായതോടെയാണെങ്കിൽ ഇലക്ട്രോൺ ലോസ് ആണെന്ന് വരുന്നതാണ്. അപ്പൊ ഇത് പോയി. അപ്പൊ കണ്ട 3s2 3p6 3d10. ലാസ്റ്റത്തെ ഷെല്ല് 3 ആയി, ആ മൂന്നാമത്തത് ഫില്ലും ആയി. അപ്പൊ ഇതിന് എന്ത് പറഞ്ഞു? ഒരു സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, സ്യൂഡോ മീൻസ് കപട എന്നാണ്, ഫോൾസ്. ശരിക്കുള്ള നോബിൾ ഗ്യാസ് അല്ല. ലാസ്റ്റ് ഷെല്ല് പക്ഷെ ഫില്ലാവുന്നു, അങ്ങനെ സ്റ്റെബിലിറ്റിയും കിട്ടുന്നു. ഓക്കെ, അങ്ങനെയാണ് സാധാരണ രീതിയിൽ നോബിൾ ഗ്യാസിനാണല്ലോ സ്റ്റെബിലിറ്റി കിട്ടുന്നത്. ഓക്കെ, ഇത് നോബിൾ ഗ്യാസിനെ പോലെ തന്നെ അവസാനത്തെ ഷെല്ല് ഫില്ലായിട്ട് എന്ത് വരുന്നു? സ്റ്റെബിലിറ്റി കിട്ടുന്നു. അതുകൊണ്ടാണ് സ്റ്റെബിലിറ്റി കിട്ടുന്നത് കൊണ്ട് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ പോലെയാണെന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, അതുപോലത്തതായതുകൊണ്ടാണ് സ്യൂഡോ എന്ന് വിളിക്കുന്നത്. ഇനിയോ പോട്ടെ, അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്നുള്ള പാഠത്തിൽ പറയും. അപ്പൊ Cu പ്ലസ് വരുന്ന കോമ്പൗണ്ടുകളിൽ പോളറൈസിംഗ് പവർ Cu പ്ലസിന് കൂടുതലായത് കൊണ്ട് അതിന് കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. ഇതേപോലെ കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിട്ട് വരുന്നത്, ഇതേപോലത്തെ കോൺഫിഗറേഷൻ വരുന്നത് കോപ്പറിന്റെ തൊട്ട് താഴെ Ag പ്ലസ് ആകുമ്പോ 4s2 4p6 4d10. അതിന്റെ തൊട്ട് താഴെ Au പ്ലസ്, അതിന് 5s2 5p6 5d10. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കൂടി പറയട്ടെ. ഇതിന് വേറൊരു എക്സാമ്പിൾ കൂടി പറയട്ടെ. നമ്മുടെ 30ാമത്തെ എലമെന്റ് ആര്? സിങ്ക്. സിങ്കിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരൂടാ? 1s2 2s2 2p6 3s2 3p6 4s2 3d10. അപ്പൊ നോബിൾ ഗ്യാസ്, സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടണമെങ്കിൽ 2 ഇലക്ട്രോൺ ലോസ് ആക്കിയാൽ മതി. അതായത് Z2+ ആകുമ്പോൾ എന്തായി? 3s2 3p6 3d10. അപ്പൊ Zn2+ വരുന്ന കോമ്പൗണ്ടുകളിൽ എന്താ പറയുക, അയോണിക് കോമ്പൗണ്ടുകൾക്ക് കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ ഇതിന്റെ തൊട്ട് താഴെ വരുന്ന കാഡ്മിയം 2+, അതേപോലെ തന്നെ മെർക്കുറി 2+. ഓക്കെ, ഇതിനൊക്കെ എന്താണ്? കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പൊ എന്താണ് കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്? അതുമായി ബന്ധപ്പെട്ട 3 ടെക്നിക്കൽ ടേംസ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫജാൻസ് റൂളിൽ ഇവിടേക്ക് ഈ പാഠം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. പുതിയ ചാപ്റ്ററുമായിട്ട് നമുക്ക്